സുഖോയ് Su-30 MKI അല്ലെങ്കിൽ Su-30 MKI, ഹാഫ് റഷ്യൻ ഹാഫ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നട്ടെല്ല്. ഇവനെ തോൽപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു വിമാനം ഇനി ജനിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യയുടെ വജ്രായുധമാണ് സുഖോയ് Su-30 MKI. ഇവൻ്റെ ജനനം തന്നെ റഷ്യയ്ക്കൊരു അത്ഭുതമായിരുന്നു. 1995 ഇന്ത്യക്ക് സുഖോയ് വിമാനങ്ങൾ വേണം. ആ കാലഘട്ടത്തിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒന്നിലധികമോ വേർഷനിലുള്ള സുഖോയ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ആവശ്യം അറിയിക്കുന്നത് റഷ്യയിലെ സുഖോയ് കോർപ്പറേഷനെയാണ്. ഇന്ന് സുഖോയ് കോർപ്പറേഷൻ ഇല്ല, ഇന്നത് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ്. അവരുടെ പക്കൽ ഇന്ത്യക്ക് കൊടുക്കാൻ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. Su-27 UBയിൽ Su-35ന്റെ ക്യാപ്പബിലിറ്റീസ് കൂടി കൊടുത്തിട്ടുള്ള പുതിയ നൂതനമായിട്ടുള്ള ഒരു സുഖോയ് വിമാനം. Su-27 UB റഷ്യൻ ഫൈറ്റർ പൈലറ്റുമാർ പരിശീലനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ട്രെയിനർ ഫ്ലൈറ്റ് മാത്രമായിരുന്നു. എന്നാൽ Su-35 റഷ്യയുടെ നൂതനമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജെറ്റ് ഫ്ലൈറ്റുമായിരുന്നു. ഇന്ത്യ ദീർഘനാളത്തെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് സമ്മതമാണ്, പക്ഷേ ഇതിൽ ഞങ്ങൾ പറയുന്ന ചില പാരാമീറ്റേഴ്സ് കൂടി ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് സുഖോയ് Su-30 MKIയുടെ ജനനം. കുറച്ചധികം നാളുകൾക്ക് ശേഷം Su-30 MKIയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ടെസ്റ്റിംഗ് ദിനമാണ്. ടെസ്റ്റിംഗ് യാർഡിൽ ആ ടെസ്റ്റിംഗ് കാണാനായിട്ട്, പരീക്ഷണ പറക്കൽ കാണാൻ അനവധി ആളുകൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇന്ത്യൻ ഒഫീഷ്യൽസ് ഉണ്ട്, റഷ്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽസും ഉണ്ട്. ശരിക്കും റഷ്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽസിന് പുച്ഛമായിരുന്നു. കാരണം അവരുടെ പുതിയ ട്രെയിനികളായിട്ടുള്ള ഫൈറ്റർ പൈലറ്റുമാർ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് Su-27 UB. അതിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തി കുറെ കൂടെ ഭാരമുള്ള ഒരു ജെറ്റാക്കി മാറ്റിയിരിക്കുന്നു. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഭാരവും വഹിച്ച് അത് വളരെയധികം ഉയരത്തിലൂടെ പറക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമായിരിക്കും. ശത്രുക്കൾക്ക് വളരെ അനായാസമായിട്ട് തന്നെ അവനെ വെടിവെച്ച് നിലത്തിടാൻ സാധിക്കും. റഷ്യയുടെ ഏറ്റവും മികച്ച ഒരു ഫൈറ്റർ പൈലറ്റാണ് അവിടെ പരീക്ഷണ പറക്കൽ നടത്താൻ പോകുന്നത്. അദ്ദേഹം മന്ദമായി നടന്നു വന്ന് ആ വിമാനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതിനുശേഷം അത് പതിയെ ആകാശത്തേക്ക് പറന്നുയരുകയാണ്. ആദ്യഘട്ടങ്ങളിൽ 1-2 മാനുവറിംഗ് വിദ്യകൾ അത് കാണിക്കുന്നുണ്ട്. ഹൈ സ്പീഡ് യോയോ, ലോ സ്പീഡ് യോയോ, ബ്രേക്ക് ടേൺ. പക്ഷേ ഇതൊന്നും ആരെയും ഇംപ്രസ് ചെയ്യുന്ന കാര്യമല്ല. ഇതൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്ന ചില പ്രക്രിയകൾ മാത്രമാണ്. റഷ്യൻ ഒഫീഷ്യൽസിൻ്റെ മുഖത്തെ പുച്ഛത്തിൻ്റെ ആക്കം കൂടി പെട്ടെന്നാണ് അത് സംഭവിക്കാൻ തുടങ്ങിയത്. ഭൂമിയുടെ പ്രതലത്തിന് സമാന്തരമായി പറന്നുകൊണ്ടിരുന്ന Su-30 MKI പെട്ടെന്ന് 120 ഡിഗ്രി വളഞ്ഞ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഒരു മൂർഖൻ എങ്ങനെയാണോ പത്തി വിടർത്തി ചാടുന്നത്, അതേ രീതിയിൽ ആ വിമാനം പൊടുന്നനെ ചാടുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു റഷ്യൻ ഒഫീഷ്യൽ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ തനിയെ മന്ത്രിച്ചു. പുക്ഷേവ്സ് കോബ്ര, ഒരു മൂർഖനെ പോലെ ചീറ്റിപ്പായുന്ന വിമാനം. സാധാരണ വിമാനങ്ങൾക്ക് സാധിക്കും, പക്ഷേ ഇത് വളരെയധികം ഭാരക്കൂടുതലുള്ള ഒരു വിമാനമാണ്. കാണാനുള്ള കാഴ്ചകൾ വരിവരിയായി ഇനി വരാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫോളിംഗ് ലീഫ്, കൊച്ചൂർ ബെൽ, കുൽബിറ്റ് മാനുവർ, അങ്ങനെ അനേകം മാനുവറിംഗ് സ്കില്ലുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. സൂപ്പർ മാനുവറുകളായിട്ടുള്ള ആ വിമാനത്തിൻ്റെ പെർഫോമൻസ് കണ്ട് റഷ്യൻ ഒഫീഷ്യൽസ് കോരിത്തെരിച്ചു. അവർ ആ ടെസ്റ്റിംഗ് യാർഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു: ഈ വിമാനം ഇന്ത്യക്കാർ സ്വന്തമാക്കിക്കോട്ടെ, പക്ഷേ ഇവനെ റഷ്യയ്ക്കും വേണം. 30ഓളം സുഖോയ് Su-30 MKI വിമാനങ്ങൾക്ക് റഷ്യൻ എയർഫോഴ്സ് ഓർഡർ കൊടുത്തു. പക്ഷേ അതേ പേരിൽ തന്നെ അവർക്ക് ആ വിമാനങ്ങളെ അവരുടെ ആയുധപ്പുരയിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇതിലെ ഐ സൂചിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ള വിമാനം. അതുകൊണ്ട് അവൻ്റെ പേര് അല്പമൊന്നും മാറ്റിയിട്ടാണ് അവരുടെ ആയുധപ്പുരയിലേക്ക് കൊണ്ടുപോയത്, Su-30 SM. പക്ഷേ അന്നവൻ ജനിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ പിന്നെ വളർത്തി ഇന്ന് കാണുന്ന വജ്രായുധമാക്കി മാറ്റിയത് ഇന്ത്യയുടെ HAL അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് ആണ്. അന്നത്തെ Su-30 MKIയേക്കാൾ 10 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മിസൈലായ ബ്രഹ്മോസിനെ പോലും വഹിക്കാൻ ശേഷിയുള്ള, അത് വഹിച്ചുകൊണ്ട് കണ്ണു തള്ളിപ്പിക്കുന്ന രീതിയിൽ ആകാശത്ത് അഭ്യാസങ്ങൾ കാണിക്കാൻ സാധിക്കുന്ന ലോകത്തെ ഏറ്റവും ശക്തനായ ഒരേ ഒരു ഫൈറ്റ് ജെറ്റ്, അതാണ് സുഖോയ് Su-30 MKI. അത് ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങനെ ആയതല്ല. വർഷങ്ങൾ നീണ്ടിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ
അപ്ഡേഷനുകളിലൂടെ അവനെ അങ്ങനെയാക്കി മാറ്റിയെടുത്തതാണ് ഇന്ത്യക്കാർ. ഈ അടുത്തിടയ്ക്ക് പാകിസ്ഥാനിലുണ്ടായിരുന്ന അനേകം തീവ്രവാദികളെ വളരെ അനായാസമായിട്ട് നമ്മുടെ സുഖോയ് 30 MKIക്ക് നശിപ്പിക്കാൻ സാധിച്ചു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള 25 ട്രിക്കുകളെ കുറിച്ച് പറയാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പോലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും മെമ്മറിയിൽ ഓർത്തു വയ്ക്കാനും സാധിക്കുന്നതാണ്. ഈ മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പുൽവാമയിൽ ഇന്ത്യക്ക് തിരിച്ചടിയേറ്റപ്പോൾ അതിന് ബലാക്കോട്ടിലൂടെ മറുപടി നൽകിയത് 2 Su-30 MKI വിമാനങ്ങളായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങൾ അവൻ തീവ്രവാദികൾ താമസിക്കുന്ന ആ കൊട്ടാരം പോലുള്ള സമുച്ചയത്തിൻ്റെ മുകളിലൂടെ പറന്നു. ഒപ്പം അവിടേക്ക് ബോംബുകൾ വർഷിച്ചു. അങ്ങനെ സ്വയം പൊട്ടിത്തെറിക്കാനായി വെമ്പൽ കൊള്ളുന്ന അനേകം തീവ്രവാദികളാണ് അവിടെ ഇല്ലാതെയായത്. ആ ആക്രമണത്തിൽ പങ്കെടുത്ത 2 Su-30 MKI വിമാനങ്ങൾ ഒന്നിനെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമുണ്ടായി. എന്നാൽ അതിൻ്റെ അവശേഷിപ്പുകളൊന്നും അവർക്ക് പ്രദർശിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. ഒരിക്കലും അവരുടെ ഒരു വിമാനത്തിനും Su-30 MKIയെ വെടിവെച്ച് നിലത്തിടാൻ സാധിക്കുന്നതല്ല. പറന്നുയർന്നു കഴിഞ്ഞാൽ അവൻ അതിഭീകരനാണ്. നിലത്ത് ലാൻഡ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം അപ്പോൾ അവൻ പറക്കുന്നില്ലല്ലോ, അവിടെ അങ്ങനെ കിടക്കുകയല്ലേ. പാകിസ്ഥാന് ഇവനുമായിട്ട് ഒന്ന് മുട്ടി നിൽക്കണമെങ്കിൽ തന്നെ അവരുടെ സുഹൃത്തായ ചൈനയിൽ നിന്നും Su-30 MKK++നെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ പോലും ഒന്ന് മുട്ടി നിൽക്കാമെന്നല്ലാതെ ഇവനെ പരാജയപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. ഒരല്പം പ്രഹരമെങ്കിലും ഏൽപ്പിക്കണമെങ്കിൽ അങ്ങ് അമേരിക്കയിൽ നിന്നും F-15EX ഈഗിൾ 2വിനെ കൊണ്ടുവരണം. ആ വിമാനം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് പറപ്പിക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഫൈറ്റർ പൈലറ്റിനെ കൂടി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും അവന് നന്നായി ഒന്ന് മുട്ടി നോക്കാം. പക്ഷേ അപ്പോഴും വിജയം Su-30 MKIക്ക് മാത്രമായിരിക്കും. 2004 ഗ്വാളിയാറിൽ ഒരു സൈനിക അഭ്യാസത്തിൽ വെച്ച് അമേരിക്കയുടെ F-15ഉം നമ്മുടെ സുഖോയ് Su-30 MKIയും പരസ്പരം ഒന്ന് കൊമ്പുകോർത്തിരുന്നു. വലിയ മാർജിനിലാണ് അന്ന് F-15നെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചത്. കില്ലിംഗ് റേഷ്യോ 9:1. 9 തവണ കനത്ത പ്രഹരം ഏൽപ്പിക്കുമ്പോൾ മാത്രമാണ് F-15ന് തിരിച്ച് ഒരു മറുപടി നൽകാൻ സാധിക്കുന്നത്. അന്ന് F-15ൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി പറഞ്ഞത് അവനെ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ലെന്നാണ്. അവനെ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ അവൻ്റെ റഡാർ സംവിധാനത്തിൽ നമ്മൾ പെട്ടുപോകും. അവനെ ഇനി തിരിച്ചറിഞ്ഞാൽ പോലും അവൻ്റെ ഫ്ലെക്സിബിളായിട്ടുള്ള ആ മാനുവറിംഗ് പവറിൻ്റെ മുമ്പിൽ പകച്ചു പോവുകയാണ് ഞങ്ങളുടെ വിമാനങ്ങൾ. 2004 വരെ ഇന്ത്യ 50ഓളം സുഖോയ് വിമാനങ്ങളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. എന്നാൽ 2004 ശേഷം പിന്നീട് ഇന്ത്യ തന്നെയാണ് ഇവനെ നിർമ്മിക്കാൻ തുടങ്ങിയത്. റഷ്യയുമായിട്ടുണ്ടായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിനെ തുടർന്ന് ഇന്ത്യക്ക് ആ ഒരു അധികാരം കിട്ടുകയാണ്. ആ അധികാരം ഇന്ത്യക്ക് കിട്ടിയതിന് ശേഷം സുഖോയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. Su-30 MKIയിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ മാറ്റി പകരം നമ്മുടെ സ്വന്തം DRDO ഉൽപ്പാദിപ്പിച്ച മിഷൻ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. അതിലൂടെ ഉയർന്ന പ്രോസസ്സിംഗ് സ്പീഡാണ് നമ്മുടെ സുഖോയ്ക്ക് കൈവരിക്കാൻ സാധിച്ചത്. അങ്ങനെ കൈവരിക്കുന്നതിലൂടെ മികച്ച രീതിയിൽ BVR കോമ്പാക്റ്റുകൾ നടപ്പിലാക്കാൻ സാധിച്ചു. BVR കോമ്പാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈലറ്റിന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ശത്രുക്കളുടെ എയർക്രാഫ്റ്റിനെ വെടിവെച്ച് ഇടുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ആക്രമണ രീതിയാണ്. അത്തരത്തിലുള്ള ആക്രമണ രീതിക്ക് ഉയർന്ന പ്രോസസ്സിംഗ് സ്പീഡ് അത്യാവശ്യമാണ്. ആ പ്രോസസ്സിംഗ് സ്പീഡാണ് DRDOയുടെ മിഷൻ കമ്പ്യൂട്ടർ സമ്മാനിച്ചത്. റഷ്യയുടെ റഡാർ സംവിധാനം അപ്പാടെ മാറ്റിയതിനു ശേഷം നമ്മുടെ ഉത്തം AESA റഡാർ സംവിധാനം ഉപയോഗിച്ചു. ലോങ് റേഞ്ച് സ്ട്രൈക്കിനു വേണ്ടി ഇന്ത്യയുടെ സ്വന്തം INS നാവിഗേഷൻ സിസ്റ്റവും ഇംപ്ലിമെൻറ്റ് ചെയ്തു. മിസൈലും ബോംബും ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൻ്റെയും ഫ്രാൻസിൻ്റെയും സിസ്റ്റംസ് അഡീഷണലായി ആഡ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള എയർ ലോഞ്ച്ഡ് മിസൈലായ സൂപ്പർസോണിക് ബ്രഹ്മോസ് A ഇവൻ്റെ ഭാഗമായി മാറി. ഇതിൻ്റെ റേഞ്ച് 400 കിലോമീറ്ററുകളാണ്. BVR ആക്രമണങ്ങൾക്ക് പറ്റിയിട്ടുള്ള അസ്ത്ര MKIയും ഇവൻ്റെ ഭാഗമായി മാറി. ഇവയ്ക്കെല്ലാം പുറമെ സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സോ ബോംബുകളും ഇലക്ട്രോണിക് അറ്റാക്കിന് ഉതകുന്ന
ഗരുഡ ബോംബുകളും ഇവനിൽ ഘടിപ്പിക്കപ്പെട്ടു. ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി സുഖോയിയുടെ എണ്ണക്കുറവാണ്. ആകെ മൊത്തം 259 സുഖോയി വിമാനങ്ങൾ മാത്രമാണുള്ളത്. പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എണ്ണത്തിൽ വളരെ കൂടുതലാണ്. പക്ഷേ എപ്പോഴെങ്കിലും ചൈനയുമായിട്ടുള്ളൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഈ എണ്ണക്കുറവ് നമ്മളെ ബാധിക്കും. അവരുടെ പക്കൽ അനവധി സുഖോയി വിമാനങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ സുഖോയുമായിട്ട് കമ്പയറബിൾ അല്ലെങ്കിൽ പോലും എണ്ണത്തിൽ അവയൊക്കെ വളരെ വളരെ കൂടുതലാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ എണ്ണത്തിൽ വർധനവുണ്ടാക്കാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ കോസ്റ്റാണ്. അതിൻ്റെ ഉൽപ്പാദനത്തിന് വലിയ തുക ചിലവഴിക്കേണ്ടി വരും. അതിനു പുറമെ മെയിൻ്റനൻസിനും നല്ല തുക ചിലവഴിക്കേണ്ടി വരുന്നതാണ്. ശരിക്കും നമ്മുടെ പക്കൽ 272ഓളം വിമാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 259 മാറി. ഇത്രയധികം മാനുവറി സ്കില്ലുള്ള ഒരു വിമാനമായതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു ഫൈറ്റർ പൈലറ്റിന് മാത്രമേ ഇവനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഫൈറ്റർ പൈലറ്റുമാർക്ക് പോലും പലപ്പോഴും ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള അബദ്ധങ്ങളെ തുടർന്നാണ് പലപ്പോഴും ഇവൻ ക്രാഷ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള ഒരു ക്രാഷ് ലാൻഡിംഗ് സംഭവിച്ചിരുന്നു. അങ്ങനെയാണ് 260 നിന്ന് 259 ഇപ്പോൾ മാറിയിരിക്കുന്നത്. പണത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് നിലവിലുള്ള സുഖോയി 30 MKI കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ മറ്റൊരു വജ്രായുധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖോയി 30 MKയേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള മറ്റൊരു സുഖോയി വിമാനം HAL തന്നെയാണ് നിർമ്മിക്കുന്നത്. ആ ഒരു പദ്ധതിയുടെ പേരാണ് സൂപ്പർ സുഖോയി. ഇനിയുള്ള നാളുകളിൽ HAL നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ള സുഖോയി വിമാനങ്ങളല്ല. 2024 വന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഓൾറെഡി റഷ്യയുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി HAL ഉൽപ്പാദിപ്പിക്കുന്ന സുഖോയി വിമാനങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യും. അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ്. ആ പണം കൂടുതൽ സുഖോയി വിമാനങ്ങൾ ഇന്ത്യയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് ട്രിക്കുകൾ, ആ ട്രിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കോഴ്സിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.